ഈസ്റ്റോ അപ്പക്കാരമോ ചേർക്കാതെ എങ്ങനെ പാലപ്പം ഉണ്ടാക്കാമെന്ന് നിരവധി ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. ഈ റെസിപ്പി അവർക്കുള്ളതാണ്. ഏകദേശം 10 പാലപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും. ഇത് 220 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഈ അരി 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി ഒട്ടും കുതിരാൻ വെക്കാതെ വെള്ളം മൂടിപ്പോകാൻ വേണ്ടി ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കാം. നന്നായി കഴുകി വെള്ളം മൂറ്റിക്കളഞ്ഞ അരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരിയുടെ പകുതി, അതായത് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് ചോറ്, 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർക്കാം. ഇതിലേക്ക് അരി അളന്ന പാത്രത്തിൽ 1/4 പാത്രം, അതായത് 1/4 കപ്പ് തിളപ്പിച്ച് നന്നായി ആറിയ വെള്ളം ചേർക്കാം. തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അതും, ബാക്കി വെള്ളവും കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി നമുക്കിത് വൃത്തിയുള്ള കൈകൊണ്ട് നന്നായി തിരുമ്മി ഉടയ്ക്കാം. കൈകൊണ്ട് നേരിട്ട് തിരുമാൻ മടിയുള്ളവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. എന്നിരുന്നാലും കൈകൊണ്ട് തിരുമ്മി ഉടയ്ക്കുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത്. നമ്മുടെ വീടുകളിലെ കിണർ വെള്ളത്തിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് അസിഡിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കാൻ പറഞ്ഞത്. തേങ്ങാവെള്ളം ചേർക്കുകയാണെങ്കിൽ എത്രയാണോ തേങ്ങാവെള്ളം ഉള്ളത് അത് അളവ് പാത്രത്തിൽ ഒഴിച്ച ശേഷം ബാക്കി തികയാത്തത് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ മതിയാകും. മൊത്തത്തിൽ 1/4 കപ്പ് മാത്രമേ ചേർക്കാവൂ. ഈസ്റ്റ് ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പമില്ലാത്തവർക്ക് ഒരു നുള്ളു ഈസ്റ്റ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം നമ്മൾ നന്നായി തന്നെ തിരുമ്മി ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് 5 മണിക്കൂർ ഇങ്ങനെ തന്നെ വയ്ക്കാം. അരി കുതിരാൻ വെച്ചിട്ട് ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അരി നമ്മൾ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയിൽ അരിക്കുമ്പോൾ മാവ് അധികം ചൂടാകാതിരിക്കാനാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തത്. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം നിറച്ച് നന്നായി ചൂടാക്കിയെടുക്കാം. വെള്ളം തിളയ്ക്കുന്നത് വരെ ചൂടാക്കരുത്, അതിൻ്റെ പകുതിയോളം മതിയാകും. ഇതിൻ്റെ മുകളിലേക്ക് മാവൊഴിച്ച പാത്രം വെച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ അടിഭാഗം വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയത്ത് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ ഓരോ അളവ് പറയുമ്പോഴും നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ സ്ക്രീനിൽ ഒന്ന് നോക്കണേ. ഇനി നമുക്കിത് കുറച്ച് നേരം ഒരു തവി കൊണ്ട് കോരി ഒഴിക്കാം. മാവ് കോരി ഒഴിക്കുമ്പോൾ കുറച്ച് ഉയർത്തി തന്നെ ഒഴിക്കണം. മാവിൽ നിറയെ വായുകുമിളകൾ ഉണ്ടാവാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴും മാവൊഴിച്ച പാത്രം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഏകദേശം 5 മിനിറ്റിൽ കൂടുതൽ നമ്മളിത് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ വയ്ക്കാം. നമ്മൾ മാവ് പുളിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി അപ്പച്ചട്ടി സ്റ്റവിൽ വെച്ച് കൂടിയ ഫ്ലെയിമിൽ മൂടി വെച്ച് ചൂടാക്കിയെടുക്കാം. ചട്ടി നന്നായി ചൂടായതിനു ശേഷം മാത്രം ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി തുറന്ന് മാവ് കോരി ഒഴിക്കാം. മാവ് ചട്ടിയിൽ ചുറ്റിച്ചു കൊടുക്കാം. അപ്പത്തിൽ ധാരാളം സുഷിരങ്ങൾ വീണ ശേഷം മാത്രം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. പാലപ്പം ഉണ്ടാക്കുമ്പോൾ ചട്ടിയുടെ ചൂട് കൂടുതലാവാനോ തീരെ കുറഞ്ഞു പോകാനോ പാടില്ല. ചൂട് കൃത്യമല്ലെങ്കിൽ അപ്പം നമുക്ക് നന്നായി കിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുകൊണ്ടാനും മറന്നു പോരുതേ. ഇപ്പോൾ അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പാലപ്പം തയ്യാറായിട്ടുണ്ട്. ഈസ്റ്റോ അപ്പക്കാരമോ ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസ്റ്റ് ചേർത്തുണ്ടാക്കുന്ന അത്രയും നന്നാവില്ലെങ്കിലും അത് പറ്റാത്തവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായം പറയണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.